നമസ്കാരം. നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇതാ ജനക്പൂർ ധാം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. നല്ല ചൂടാണ് ഇപ്പോൾ ഈ സമയത്ത്. 11:30 ട്രെയിനിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഓരോ ഭാഗത്തേക്കും ഇതുപോലുള്ള ചെറിയ വണ്ടികളാക്കിയിട്ടാണ് പോയത്. ഞങ്ങളെന്തായാലും നടന്നിട്ടാണ് പോകുന്നത്. നമുക്കിവിടുത്തെ ഓരോ കാഴ്ചകളും കാണാം. ഇവിടെ ഓരോരോ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അടുത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഇവിടെ തന്നെ ഒരു ചെറിയൊരു മന്ദിർ കാണാം. ഈ ടൗണിലത്തെ ഒരു പ്രധാന വഴി ഇതാണ്. നമ്മൾ ജനക്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മന്ദിരം കണ്ടില്ലേ, അവിടെ നിന്നാണ് ആ ഒരു ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അയോധ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതീതിയില്ല. അവിടെയും അയോധ്യയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ശ്രീരാമനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളൊക്കെ വെക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതായത് രാമായണവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ജനക്പൂർ. അതായത് നമ്മുടെ ശ്രീരാമൻ്റെ ഭാര്യയായ സീത ജനിച്ച സ്ഥലമാണ് ജനക്പൂർ. സീതാദേവിന്റെ പേരിലൊക്കെ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഈ നേപ്പാളിലെ വണ്ടികൾ നമ്മുടെ ഇന്ത്യയിലുള്ള അതേ വണ്ടികൾ തന്നെയാണ്. മഹീന്ദ്രൻ്റെ ആയാലും ടാറ്റേൻ്റെ ആയാലും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ കണ്ട, അതായത് നേപ്പാളി ഭാഷയാണ്, ഇംഗ്ലീഷ് ഇല്ല. സെയിം വണ്ടികൾ നമ്മളിപ്പോൾ ബീഹാറിലൊക്കെ കാണുന്നില്ലേ, ഇവിടെ എത്തിയാൽ നമ്മുടെ ഇന്ത്യയിലെത്തിയാൽ കാണുന്ന അതേ വണ്ടികൾ തന്നെയാണ് ഇവിടെ. പക്ഷേ ശ്രീലങ്കയിൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ വ്യത്യസ്തമായിരുന്നു. ഇതുണ്ട് ഇവിടെ ഒരു വെറൈറ്റി വണ്ടി, ചങ്ങലൊക്കെ ഇട്ട് അവിടെ കെട്ടിയിരിക്കുകയാണത്. നടന്നു പോകാൻ ഇതേപോലെയുള്ള നല്ല വഴികളൊക്കെ ഉണ്ട്. സീതാദേവിയുടെ ക്ഷേത്രമായ ജാനകി മന്ദിറിലേക്കാണ് ഇനി പോകാനുള്ളത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 500 മീറ്റർ നടന്നതേ ഉള്ളൂ. ശക്തമായ വെയിലാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇതേപോലെയുള്ള വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു. നമുക്കെന്നാൽ ഇങ്ങനെയുള്ള വണ്ടിയിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. അല്ലേ നവി? എത്രയാണ്? ഇതിൽ പോവാം, അതാകുമ്പോൾ വെയിൽ കൊള്ളണ്ടല്ലോ. ശരിക്കും ഇവിടെ എത്തി ഇങ്ങനെയുള്ള വണ്ടികളിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നടന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നദിയൊക്കെ വേർത്ത് കുളിച്ചൊരു പരുവായല്ലേ. ടീഷർട്ട് ഇട്ടിട്ടും അതുപോലെ തന്നെ നെറ്റൊക്കെ കണ്ട വേർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെയും 20 രൂപ തന്നെയാണ്, നേപ്പാൾ റുപ്പീസ് തന്നെയാണ് കൊടുത്തത്. ഇവിടുന്ന് യാത്ര തുടർന്നിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു വഴി. ഈ നേപ്പാളിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ പക്ക ഒരു ഇന്ത്യയിലൊരു ഇത് തന്നെയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ പക്ക നേപ്പാളൊക്കെ ആവണമെങ്കിൽ മറ്റേ നമ്മുടെ കാത്മാണ്ഡു സൈഡ് എത്തണം. പിന്നെ ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ വരുന്നുണ്ടല്ലോ. പക്ഷെ വണ്ടികളൊക്കെ നേപ്പാൾ തന്നെയാണ്, നേപ്പാളി വണ്ടികൾ തന്നെയാണ്. ഇതാ ഒരൊറ്റ ഇന്ത്യൻ വണ്ടികൾ ഇവിടെ ഇല്ല. പക്ഷെ ജയനഗറിലുണ്ട് നേപ്പാൾ വണ്ടികൾ. ജയനഗറിൽ ഇഷ്ടം പോലെ നേപ്പാൾ വണ്ടികൾ വരുന്നുണ്ട്. കൂടുതലും സ്കൂട്ടറുകളാണ്. ജനക്പൂരിൽ ഒരുപാട് ലേക്കുകളുണ്ട്. ഇതിന് പിന്നെ അധികം വേഗത്തിൽ പോകാൻ പറ്റില്ല. ഇടുങ്ങിയ വഴിയാണ്. मंदिर से ये ഓ ഇതാണ് മന്ദിർ. പൈസ കൊടുത്തോളൂ. ഗംഗാസാഗർ ലേക്ക് ആ സൈഡിലാണല്ലേ?
ഞങ്ങളുടെ കയ്യിൽ നേപ്പാൾ കറൻസി ഉണ്ട്. നമ്മൾ ജയനഗർ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി എത്ര കിട്ടി? ബാക്കി 40 രൂപ കിട്ടി. 60 രൂപയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രം. ഇനി ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ക്ഷേത്ര ഭാഗത്തേക്ക് ഇതുവഴിയാണ് വരാനുള്ളത്. നല്ലൊരു വാസ്തുവിദ്യയിൽ തന്നെയാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇവിടെ ഈ ഉച്ച സമയത്തല്ല വരേണ്ടത്. കാരണം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇവിടത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഈ താഴേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. നമുക്കതിന് ആ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുമ്പം കൂളിംഗ് ഗ്ലാസ് ഒക്കെ നമുക്ക് അങ്ങനെ വെച്ചിട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ? നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതി. എൻ്റെ മുഖം കണ്ടാൽ, എൻ്റെ ഡ്രസ്സ് കണ്ടാൽ തോന്നും ഈ കൂളിംഗ് ഗ്ലാസ്സിൽ ഇത് വെക്കാതെ സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങളിത് ക്ഷേത്ര പരിസരം ആയതുകൊണ്ടാണ് വെക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ എവിടെ, ക്ഷേത്രമല്ല ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ചൂടിനെ എന്താ പറയുക മറികടക്കാനാണല്ലോ ഇതൊക്കെ വെച്ച് നടക്കുന്നത്. ഇങ്ങനെ വെച്ച് നടന്നാൽ തന്നെ ചില അവന്മാർ കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് എന്തൊരു അഹങ്കാരികളാണെന്ന്. കണ്ണിന് മറ്റേ പഴുത്തിട്ടാണോ ഉള്ളത് അല്ലേ? പഴുത്തിട്ടാണുള്ളത്, ഫുള്ള് നെഗറ്റീവ്. ഞങ്ങൾ കണ്ണിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് കമന്റ്. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും. ഈ പൈസ ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട് ഒരാള്. തീർച്ചയായിട്ടും അതെന്തായാലും ഒരുപാട് ആൾക്കാർ അങ്ങനെ വരും. നല്ല രസമാണ് കേട്ടാ. ആൾക്കാരുണ്ട്. പിന്നെന്ന് വെച്ചാല് നമ്മുടെ ഇതാണ് മെയിൻ ക്ഷേത്രം, അതായത് സീതാദേവിയുടെ ജാനകി മന്ദിർ, അതുപോലെ തന്നെ സീതാദേവിയുടെ പിതാവിന്റെ ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീരാമന്റെ ഹനുമാന്റെ ഒരു ഭാഗമായിട്ട് ഒരു മന്ദിർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സ്ഥലം കൂടി ഉണ്ട്. നമ്മുടെ ശ്രീരാമന്റെയും സീതേന്റെയും വിവാഹം കഴിഞ്ഞ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതൊക്കെ നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഈ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ ഇതുവഴി നേരെ അകത്തേക്ക് പോവാം. ചെരുപ്പ് പുറത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്. ക്ഷേത്രത്തിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ തന്നെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇനി നോക്കുന്നത് ഇവിടുത്തെ കല്യാണ മണ്ഡപമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തല്ല എന്നാ തോന്നുന്നത്. ഈ ചൂടത്ത് ഇതിലൂടെ നടക്കാൻ പറ്റുന്നില്ല. ഈ മാറ്റിലേ കൂടെ നടക്കണം. ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മൺ മന്ദിർ ഇവിടെയാണ്. കല്യാണ മണ്ഡപം ഈ ഭാഗത്തേക്ക് നിന്നാണ് നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്തല്ല. പക്ഷെ പലരും പല രീതിയിലാണ് പറയുന്നത്, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. ക്ഷേത്ര ഭാഗത്തുനിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ശ്രീറാം ജാനകി വിവാഹ മണ്ഡപ്. നേപ്പാളി റുപ്പീസ് 10ഉം ഇന്ത്യൻ റുപ്പീസ് 7ഉമാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. നല്ല തിരക്കുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കാണ്. ഇതാണ് കേട്ടോ നേപ്പാളി റുപ്പീസ് 20 രൂപ വരുന്നത്. ഇത് കാണുന്നത് മൗണ്ട് എവറസ്റ്റ്. ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ്. ദേ ഇവിടെയാണ് രാമായണത്തിലെ ശ്രീരാമനും സീതയും വിവാഹം കഴിച്ച വിവാഹ മണ്ഡപം. വിവാഹ മണ്ഡപം.
ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് വിവാഹം കഴിഞ്ഞത്. പിന്നെ ഇവിടെയും പൂജക്കെല്ലാം ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നല്ല സ്പേസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഒരുപാട് പ്രതിമകളൊക്കെ നമുക്കിവിടെ കാണാം. കല്യാണ മണ്ഡപത്തിൻ്റെ ഇതുവഴി നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. കല്യാണ മണ്ഡപത്തിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. നേരത്തെ അവിടുന്ന് കണ്ടതിനെക്കാട്ടി വ്യക്തതയോടെ ഇവിടുന്ന് കാണാം. കല്യാണ മണ്ഡപവും പോയി. ഇനിയിപ്പോൾ അടുത്തത് പോകുന്നത് റാം മന്ദിറിലേക്കാണ്. അത് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ നടന്നിട്ട് പോക്ക് നടക്കില്ല. കാരണം നേപ്പാളിൽ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതലാണ് ചൂട് കേട്ടോ. കാരണം ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ഒരു 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ വേർത്തൊരു പരുവാവും. മുഖമായാലും ഡ്രസ്സായാലും എന്താ പറയുക, മൊത്തം വേർത്ത് കുളിച്ചു എന്ന് തന്നെ പറയാം. ലക്ഷ്മൺ മന്ദിർ കണ്ടു, ജാനകി മന്ദിർ അതായത് സീതാദേവിയുടെ ക്ഷേത്രം കണ്ടു, വിവാഹ മണ്ഡപവും കണ്ടു. ഇനിയിപ്പോൾ അടുത്തുള്ളത് റാം മന്ദിറാണ്. നമുക്ക് ഇവിടുന്ന് വണ്ടിക്ക് എന്തായാലും പോവാം. എത്ര രൂപയാകുമെന്ന് നമുക്ക് നോക്കാം. തൊട്ട് പുറകിലൊരു വണ്ടിയുണ്ട്, അത് ചേട്ടനോട് ചോദിക്കാം. റാം മന്ദിർ 20 ഇതുപോലുള്ള വണ്ടികളുണ്ടായത് എന്തൊരു ഉപകാരമായി. ഞാനൊരു കാര്യം പറയട്ടെ, നേപ്പാളിൽ ഞങ്ങൾ വന്ന ശേഷം ഈ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ വണ്ടികൾ കാണാൻ വളരെ ചീപ്പാണ് കേട്ടോ. നല്ല ചീപ്പാണ്. ഈ 20 രൂപ എന്ന് പറഞ്ഞാൽ നേപ്പാളി റുപ്പീസ് 20 വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം വളരെ ചീപ്പാന്ന് പറയാം. അത്രയും ഇല്ല. പിയാജിയോ ഈ നേപ്പാളിൻ്റെ ജനക്പൂർ ഭാഗത്തുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ വരണമെങ്കിൽ ട്രെയിനിൽ വരാൻ പറ്റുക. ബാക്കി നേപ്പാളിൻ്റെ ഏത് ഭാഗങ്ങളാണെങ്കിലും റോഡ് വഴി മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നേപ്പാളിൽ റെയിൽവേ ഉള്ള റൂട്ടാണ് നമ്മുടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. റോഡ് മാത്രമല്ല വിമാനം വഴിയും വരാം. അത് എല്ലായിടത്തേക്കും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഈ പോകുന്ന വഴിക്കെല്ലാം ഓരോരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഗംഗാസാഗർ ഇതല്ല അല്ലേ ഗംഗാസാഗറിലേക്ക്? ഇത് വേറൊരു ലേക്കാണ്, ധനുസാഗർ ലേക്കാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഗംഗാസാഗർ ലേക്ക് ഉള്ളത്. ടീക്കേ ഭയ്യ, എല്ലാവരും നല്ല പെരുമാറ്റമാണ് കേട്ടോ. ഇവിടെയാണ് ശ്രീറാം മന്ദിർ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആ 3 ഭാഗങ്ങളിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ശ്രീറാം മന്ദിർ. ഇവിടെ ആൾക്കാർ കുറച്ച് കുറവാണ്. ജാനകി ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെയാണ് നല്ല തിരക്കുണ്ടായത്. നേരത്തെ കണ്ട ക്ഷേത്രങ്ങളുടെ ഒരു വാസ്തുവിദ്യയിലല്ല ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ 2 ലേക്ക് നമുക്ക് കാണാം. നമ്മൾ അവിടെ നിന്ന് ഈ ഒരു വണ്ടിക്കാണ് വന്നത്. ഇപ്പോൾ ഗംഗാസാഗർ തടാകത്തിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച നമുക്ക് ഇതുവഴിയൊക്കെ നടക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, ഈ വെയിലായതുകൊണ്ട് ഇതിലൂടെയൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തണൽ തന്നെ വേണം. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തടാകം ഇത് തന്നെയാണ്. പിന്നെ നേരത്തെ മറ്റൊരു തടാകം കണ്ടില്ലേ, അത് ചെറുതാണ്.
ക്ഷേത്രത്തിലേക്കൊക്കെ വന്ന ആൾക്കാർ ഇവിടെയും വന്ന് ഇതൊക്കെ സന്ദർശിക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്കാണ്. തടാകത്തിൻ്റെ ഏത് ഭാഗം വഴിയും നമുക്ക് ഇറങ്ങാനായി സാധിക്കും. എല്ലാ ഭാഗത്തും പടവുകളുണ്ടല്ലോ. പിന്നെ ഇതിൽ മീനുകളെയൊന്നും കാണുന്നില്ല. എന്തായാലും ഉണ്ടാവും കേട്ടോ, വ്യക്തമാവുന്നില്ല. നല്ല വെള്ളം തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കുളത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് മീനുകളെ കാണാനായി സാധിക്കും. ഇതിലിപ്പോൾ പുറത്തേക്കൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൽ ഇവിടെ വന്ന ആൾക്കാരെന്നെ ഇതാ പ്ലാസ്റ്റിക് ഗ്ലാസ്സൊക്കെ ഇട്ട് കണ്ട വൃത്തിയില്ലായ്മേൻ്റെ ഒരു ഇത് കാണാം. അതുപോലെ തന്നെ ഈ ഇവിടെ ഓരോരോ പൂജക്കൊക്കെ വേണ്ടിയിട്ട് മാലയെല്ലാം കഴുത്തിലൊക്കെ ഓരോ ആൾക്കാർ ഇടുന്നുണ്ട്. അതിൻ്റെ വേസ്റ്റ് ഇതാ ഇവിടെ. എല്ലാം വൃത്തികേടാക്കുന്നത് ഇവിടെ വരുന്ന നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് മറ്റൊരു വണ്ടി കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ വേറൊരു ചൗക്കുണ്ട്, ബാനു ചൗക്ക്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ട്രെയിൻ കയറി ഇന്ത്യയിലേക്ക്. ഇപ്പോഴേ ഇല്ല, ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തായി ഒരു 3 കടകളുണ്ട്. വെള്ളവും ബിസ്ക്കറ്റും അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം. അതുപോലെ നേപ്പാൾ ഫ്ലാഗാണ് ഈ കാണുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. പിന്നെ ഇതാ ഒരു വലിയൊരാൾ ഇതുവഴി നടന്നു പോവുകയാണ്. ചില സമയത്തുണ്ടല്ലോ ഇവർക്ക് ഈ ചോപ്പ് കണ്ടാല് അത് ചോപ്പലിട്ടോ, അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് അധികം പോകണ്ട. അതങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടോ എന്നൊരു സംശയം. നല്ലൊരു മഴക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് വരുവാണെങ്കിൽ വിസയോ പാസ്പോർട്ടോ ആവശ്യമില്ല. നമ്മുടെ വോട്ടർ ID ഇല്ലേ, ഇലക്ഷൻ ID കാർഡ്, അത് മാത്രം മതി. പക്ഷെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വരുന്ന സമയത്ത് അവിടുന്നോ ഇവിടെ എത്തിയതിനു ശേഷം ഈ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നേപ്പാള് 7 പ്രൊവിൻസുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങൾ, 8 UT ഒക്കെ അങ്ങനെയാണല്ലോ തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മധേഷ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലാണ് ഈ പറഞ്ഞ ജനക്പൂരൊക്കെ വരുന്നത്. ഈ മധേഷ് പ്രൊവിൻസിൻ്റെ തലസ്ഥാനം തന്നെയാണ് ഈ ഒരു നഗരം എന്ന് പറയുന്നത്. നേപ്പാളിൽ അതിവേഗം വളരുന്ന ഒരു നഗരം കൂടിയാണ്. ഇവിടുന്ന് തലസ്ഥാനം, അതായത് നേപ്പാളിൻ്റെ തലസ്ഥാനത്തേക്ക് കാഠ്മണ്ഡുവിലേക്ക് ഏകദേശം ഒരു 220 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ തന്നെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്. പിന്നെ കൂടുതൽ ബസ്സുകളാണ്. നേപ്പാളിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് ബസ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്പോർട്ടുകളാണ് കൂടുതലായിട്ട് ഉള്ളതെന്ന് പറയാം. ഈ നമുക്ക് പോകാനുള്ള ട്രെയിനില്ലേ, ഇനിയും അരമണിക്കൂറും കൂടി എടുക്കും ഇവിടെ എത്താൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ നേപ്പാളി മൈഥിലി എന്നൊക്കെ പറയും. മൈഥിലി ഭാഷയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഭോജ്പുരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മഴയുണ്ട്, ഇപ്പം മഴയുണ്ട്. ജനക്പൂർ ഡാം. പിന്നെ വേറെ എടുത്തു പറയാനുള്ള കാര്യം, മഴ വെയിൽ എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ കുറച്ച് നടക്കാൻ. അതിന്റെ കാര്യം പറയുന്നില്ല കേട്ടോ, ഒരു മടുത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ഡീഹൈഡ്രേഷൻ വരുമോ എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നടന്നു വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിഞ്ഞാലും 1 ലിറ്റർ അവിടെ തീർന്നു. വീണ്ടും പോവാണ് വാങ്ങാൻ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. പണ്ട് ഇതുവഴി നാരോ ഗേജ് ട്രെയിനുകളാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇത് ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ ആ സമയത്തെ ഒരു ലോക്കോമോട്ടീവ് ആകാം ഇത്. ഇതൊക്കെ ഇപ്പോൾ തുരുമ്പെടുത്ത് പോയി. ഇതേ ഈ കാണുന്നതാണത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ലോക്കോമോട്ടീവ്. 2:56 പോകാനുള്ള ട്രെയിൻ വന്നിരിക്കുകയാണേ. ഇതാ ഈ ട്രെയിനാണ് ഇനി ജയനഗറിലേക്ക് പോകേണ്ടത്. അപ്പോൾ ജയനഗറിന് ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ്. ജയനഗറിൽ നിന്ന് വന്ന ആൾക്കാരെ അവിടെ ഇറക്കും, എന്നിട്ടേ ഈ വണ്ടി ഇങ്ങോട്ട് വരുള്ളൂ. നമുക്ക് എന്തായാലും സീറ്റ് വേണം. ഇങ്ങോട്ട് വരുമ്പം സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സീറ്റ് എങ്ങനെയായാലും പിടിക്കും. ഇന്ത്യയിൽ നിന്നും വന്ന ആൾക്കാരാണ് ഇത്. എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയേ. ഷക്കൂർ ബസ്തി. ഇനി ഇത് ഇവിടത്തേക്ക് വരും.
ഇവിടെയായിട്ട് വന്ന് നിൽക്കണേ. എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ മതി, വിൻഡോ സൈഡ് തന്നെ വേണമെന്നൊന്നുമില്ല. 1 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. തിരക്ക് ഒരുപാടുണ്ട്. ഇതങ്ങ് പോയി. ഇവിടെ പോയി. ഇവിടെ കയറാം, എങ്ങനെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി. ദൈവമേ പൊന്നേ. 3:15 ഇവിടുന്ന് ട്രെയിൻ എടുത്ത് നല്ല തിരക്കാണ്. നമുക്ക് സീറ്റൊന്നും കിട്ടില്ല. നമുക്ക് കാലുവേദന കാരണം നിലത്തിരിക്കുകയാണ്. 1 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് കേട്ടോ. 1 മണിക്കൂർ 10 മിനിറ്റ് ആ ഒരു സമയത്തേ ഇനി അവിടെ എത്തുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജയനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ട കട്ട അതുപോലെ കാണും, തേച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ഇത് ഇന്ത്യയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ നേപ്പാൾ റെയിൽവേയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ജയനഗർ എത്തി. 4:14. നേപ്പാൾ റെയിൽവേൻ്റെ കീഴിലാണ് ഈ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ കീഴിലുള്ള ജയനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവാം. തിരിച്ചിതാ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയ സൈക്കിൾ റിക്ഷകൾ ഇതാ ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ്റെ നവീകരണം കാരണം നല്ല പൊടിയാണ്. ഞങ്ങളെടുത്ത റൂമിൻ്റെ ഭാഗത്തേക്ക് ഇവിടുന്ന് 450 മീറ്ററേ ഉള്ളൂ, അടുത്താണ്. ഇതേ നമ്മുടെ ഫ്ലാഗ്. വേറൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ച് നമ്മുടെ ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഫ്ലാഗ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒന്നാണ്. ഇതുവഴിയാണ് പുറത്തേക്ക്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ രാജ്യം അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ നേപ്പാൾ റെയിൽവേൻ്റെ റെയിൽവേ സ്റ്റേഷൻ അടക്കം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്താണ്. കാരണം നമ്മുടെ രാജ്യമാണല്ലോ അവർക്ക് സ്ഥലമൊക്കെ കൊടുത്തത്. അതുപോലെ തന്നെ ബ്രോഡ് ഗേജ് പാതയാക്കാനൊക്കെ നമ്മുടെ രാജ്യം നല്ല രീതിയിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. കൂടാതെ തന്നെ ട്രെയിൻ എന്ന് പറയുന്നത് നേപ്പാൾ റെയിൽവേൻ്റെ, നേരത്തെ നേപ്പാൾ റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഇന്ത്യൻ റെയിൽവേൻ്റെ ആ പറഞ്ഞ DMU തന്നെയാണ്. അതിൽ തന്നെ ഇന്ത്യൻ റെയിൽവേൻ്റെ നമ്മുടെ NR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നോർത്തേൺ റെയിൽവേ റിലേറ്റഡ് ആയിട്ടൊക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു അയൽ രാജ്യമായ ശ്രീലങ്കയിൽ പോയ സമയത്ത് അവിടെ ഇതുപോലെ തന്നെ എന്താ പറയുക, മന്നാർ, തലൈമന്നാർ ആ ഒരു ഭാഗത്തേക്കൊക്കെയുള്ള ലൈനൊക്കെ പണിത് ആക്കിയത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. അതായത് നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് അത്രമാത്രം സഹായമാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ തിരക്ക് കണ്ടോ, മുഴുവനും പൊടിയാണ് ഇവിടെ. ചെറിയ റോഡായതുകൊണ്ട് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഇവിടെ. ഇവിടെ ഒരുപാട് ധാബകളുണ്ട്. ഇവന്മാരുടെ ഈ ഹോണടിയാണ്. എന്തിനാണ് ഇങ്ങനെ കിടന്നടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശബ്ദ മലിനീകരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. വായു മലിനീകരണം വേറെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം പൊടിയിലാണ് ഉള്ളത്. ഈ ഭാഗത്തായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ആ പൊടിയുള്ള ഭാഗത്തു നിന്നൊക്കെ റൂമിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തി. രാവിലെയാണ് ശരിക്കും ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയത്. ഇപ്പൊ വൈകുന്നേരമായി സുഖമായിട്ട് ട്രെയിനിൽ നേപ്പാൾ കണ്ടുവന്നു. അതുപോലെ തന്നെ രാവിലെ പോകുന്ന സമയത്തും ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല, ഭയങ്കര ഒന്നും തിരക്കൊക്കെ ആയിരുന്നു.
ഞങ്ങൾ നിന്നിട്ട് തന്നെയാണ് നേപ്പാൾ വരെ പോയത്. പിന്നെ ഈ പറഞ്ഞ നട്ടുവെച്ചൊക്കെ അവിടുത്തെ ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടായിരുന്നു. അതെ, ഫുള്ള് വെയിൽ കൊണ്ടിട്ട് തന്നെയാണ് കുറെ എന്താ പറയാ വീഡിയോ ഒക്കെ എടുത്തത്. അതേപോലെ തിരിച്ചു വരുന്ന സമയത്ത് എന്താ പറയാ അതില് ഒരു സീറ്റ് പോലും കിട്ടാതെ വന്നു പോയി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, എനിക്കാണെങ്കിൽ നല്ല കാല് വേണം, നടക്കും അതൊക്കെ ചെയ്തോണ്ട് ഞാനവിടെ ഇരുന്നിട്ട് തന്നെ വന്നത്. പക്ഷെ ഇവിടെ എല്ലാരും ആ ട്രെയിനിന്റെ ഭാഗത്ത് തന്നെ ഇരിക്കുന്നത്, കാരണം ഒരു ബീഹാർ എല്ലാവരും അത് തന്നെയാണ്. പിന്നെ പൊടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ജസ്റ്റ് ഒരു 2 മിനിറ്റ് റൂമിൽ നിന്നാ മതി, വേർത്ത് കുളിച്ച് ഒരു പരുവായി കേട്ടോ. പരവേശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായി. പിന്നെ ഫുഡിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട്, അതായത് ഇവിടെ ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ ഞങ്ങൾ എത്തിയത്. ഇവിടെ സൊമാറ്റോ സ്വിഗ്ഗി വഴി ഞങ്ങൾ ഫുഡ് ഉണ്ടോയെന്ന് അത് നോക്കി, ഇല്ല. പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് ഹോട്ടലുണ്ട്. ആകെ ഇവിടെ നല്ലൊരു വൃത്തിയുള്ള ഒരു ഹോട്ടലുണ്ടത് ഈ നമ്മുടെ റൂം എടുത്ത ഭാഗത്ത് നിന്ന് ഒരു 250 മീറ്റർ മാറിയിട്ട്, അതായത് കഴിഞ്ഞ വീട്ടിലത് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ദാപക സ്ട്രീറ്റിലുണ്ട്. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഭക്ഷണം കഴിയില്ല, കാരണം അത്ര ആ ഒരു വേസ്റ്റ് വെള്ളമൊക്കെ വരുന്ന ഭാഗമാണ്. അതെ, ആരായാലും ബീഹാർ പോലുള്ള ഈ ഒരു ഭാഗത്തേക്ക് വരാൻ മടിക്കുന്ന പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കള്ളന്മാരൊക്കെ ഉണ്ട്. അത് സ്വാഭാവികം, അത് ഫുഡിലാണ്ട് പറ്റൂലല്ലോ. ഫുഡിന്റെ കാര്യത്തിലാണ് ഭയങ്കര വിഷയം. പക്ഷെ ഇവിടെ എല്ലാവർക്കും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് മെയിൻ ആയിട്ട് സമൂസ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് അവർക്ക് വേണ്ടത്. പിന്നെ രാവിലെ ഞങ്ങൾ ആ ഹോട്ടലിൽ പോയ സമയത്ത് ഫുഡ് ഉണ്ടായിരുന്നില്ല, ഉച്ചക്കും പ്രത്യേകിച്ച് ഉണ്ടായില്ല. ഇനിയിപ്പം വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഞങ്ങളിപ്പം ഈ വീഡിയോയൊക്കെ വൈകിട്ട് ചെയ്തതിനു ശേഷം ഫുഡ് പോയി കഴിക്കും. അപ്പോൾ ബീഹാറിലെല്ലാം ഇവിടെ വന്ന ഫുഡ് വളരെ ലിമിറ്റ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ആ ഒരു എഫേർട്ട് കാണണമെങ്കിൽ നമ്മുടെ ഫേസ് കണ്ടാൽ മതി. അതെ, അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസം ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലേക്കുള്ള ഒരു യാത്രയാണ്. ഏത് ട്രെയിനിലാണ്? നമ്മുടെ വന്ദേ മെട്രോയില്. രാവിലെ ഇവിടുന്നാണ്, രാവിലെ 5 മണിക്ക് ആ ഒരു സമയത്താണ് ഇവിടുന്ന് വണ്ടി പുറപ്പെടുക. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ സമയത്തിലേക്കും ബൈ.